കേശു ഓ നന്നായിട്ട് കഴിക്ക്, ക്ഷീണം കാണും. ഇത് ക്ഷീണം മാറാനുള്ള കഴിപ്പല്ല ഏട്ടാ, എനർജി ബൂസ്റ്റിംഗ്. മക്കളെടാ കേശു, ഓ ഇവൻ അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ കിട്ടുന്ന അവസരത്തെ ഇങ്ങനെ കുത്തി 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 നോവിച്ചോണ്ടേയിരിക്കും. ഇത്തിരി മാർക്കല്ലേ കുറഞ്ഞുള്ളൂ, അത് വലിയ വിഷയമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോടാ. പിന്നെ അല്ല, നിനക്ക് അല്ലെങ്കിൽ ആര് മൈൻഡ് ചെയ്യണമ്മാ? പിന്നെ എനിക്കൊരു നല്ല കാലം വരും, അന്ന് ഇവിടെ ചിലരൊക്കെ കിടന്ന് കരി. എടേ ഞാൻ ചുമ്മാ കളിതമാശ പറഞ്ഞാണ്ട് നീ മനസ്സ് വൈരാഗ്യമായിട്ട് വെക്കരുതിട്ടാ. എന്റെ മക്കളെ അങ്ങനെ തുക്കടാ ക്യാഷൊന്നും പ്രതികാരം ചെയ്യൂല. അവൻ പ്രതികാരം വീട്ടും ആരെന്നറിയാം, അവൻ മാറ്റാൻ മാർക്കിനോട് അതിങ്ങനെ വളർന്ന് പന്തലിച്ച് മക്കൾ സ്കൂൾ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് അല്ലേ? പിന്നെ അല്ല, അത് വിട്. കേശു ഇതിപ്പോ മാർക്ക് കുറഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിൽ അറിഞ്ഞിട്ടുണ്ടാവോ? അറിയൂ. അല്ലിപ്പോ എന്തായാലും ഞാൻ തന്നെ പോയി പറയും. ശരിക്കും എനിക്ക് ഇവൻ അധ്യാപകനാവുന്ന എനിക്കിഷ്ടം. അവൻ അധ്യാപനമല്ല, ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പ് വലിയ പ്രൊഫസറാവും അവൻ. ഒന്നെങ്കിൽ അങ്ങേ അറ്റം അല്ലെങ്കിൽ ഇങ്ങേ. അങ്ങനെ തന്നെ എടി, അത് എൻ്റെ മോൻ അങ്ങറ്റം തന്നെ എടി. വാനോളം ആഗ്രഹിക്കണം, എന്നാലേ കുന്നോളം കിട്ടും. എടാ നിനക്ക് കൃഷിക്കാരനാവാനല്ലേ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ BSc അഗ്രികൾച്ചറും പഠിക്കണ്ട. നേരെ പടവൽ തപ്പൂപ്പിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുഴി ഒഴിക്കാനും കുഴി മൂടാനും അതുപോലെ തന്നെ മറ്റേ അതെന്ത് ചാല് വെട്ടാനും എല്ലാം ഡയറക്റ്റ് പഠിപ്പിച്ചു. കുഴി ചാടിക്കാനാ പോകും വിദഗ്ധനാണ്. അതും എങ്ങനെയാണെങ്കിലും ഞാൻ വേണ്ട വേണ്ട നോക്കുമ്പോ മുടിയതിന്റെ സമയമില്ല കേട്ടാ. ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. നിനക്ക് എപ്പോ നോക്കി കുത്തി 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 ഇങ്ങനെ നോക്കണം, കൂടുതലാണ് നിർത്തിക്കണം. അടുത്ത കിടലും എത്തിയല്ല മാഡം. എന്ത് മക്കളെ മുഖം വല്ലാതിരിക്കണ്? എന്തേ പൊസിഷനൊക്കെ എന്തായി? ശിവ ശിവ എന്നിട്ട് മോളെ, ചിലരൊക്കെ ഇവിടെ താന്ന് അതിനും താഴത്തോട്ട് ആരെങ്കിലും പോയാവോ? ശിവാടാ പറ, എന്നിട്ട് ക്ലാസ്സില് ഫസ്റ്റ്, സ്കൂളില് സെക്കൻഡ്. I can't believe it. നിനക്ക് ഫസ്റ്റാ? Yes, you have to believe it. Oh, I believe it. അതിന്റെ തല ഇറങ്ങണ്. ഈ സത്യമോ വിദ്യയോ? കൂടുതൽ അങ്ങോട്ട് അഭിനയിച്ച് മറിക്കണ്ട. എന്റെ കൊച്ച് 4th 5th ഒക്കെ ആയിരുന്നു അല്ലേ പൊസിഷൻ. പക്ഷെ അത് ആരും അറിഞ്ഞില്ല. കാരണം കേശു എന്ന മഹാവടവൃക്ഷത്തിന് കീഴിൽ വളർന്ന വണ്ട് ആരും അറിഞ്ഞില്ല. അപ്പൊ ബട്ട് കൺഗ്രാറ്റ്സ്, ഐ കാന്റ് ബിലീവ് ഇറ്റ് സ്റ്റിൽ. കൊള്ളാം. നിനക്ക് എത്രയാണ് നിന്റെ പൊസിഷൻ അറിഞ്ഞാ? എന്റെ അവന്റെ പൊസിഷൻ ക്ലാസ്സില് 3rd, സ്കൂളിൽ 4th 5th 6th അങ്ങനെ എന്തൊക്കെയോ. അതൊക്കെ നമുക്ക് അടുത്തന്നെ പിടിക്കാം. എന്തായാലും നീ പൊളിച്ചല്ല, അത് മതി. അമ്മ ഞാൻ ട്യൂഷൻ പോയിട്ട് വരാവേ. നീ പോവാണാ? പോവാണ്. അതെ, പോകുമ്പോഴേ നീ തലയൊക്കൊന്ന് ഉയർത്തി പിടിച്ച് നടന്നോട്ടെ. കാരണം നീ തന്നെ അറിയാതെ തല താന്ന് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അച്ഛാ ഞാൻ ചുമ്മാ പറഞ്ഞത്. ഞാൻ പോണേ. ഇത്തിരി ഇത്തിരി പരിഹസിക്കല് കൂടുതലാണ് അവനെ. കിട്ടുന്ന സമയമൊക്കെ ഇത്തിരി കൂടുതലാണ് അവൻ്റെ അടുത്ത്. എന്നെ മാത്രം പിച്ചണ്ട, അവൻ അങ്ങനെ തന്നെ കേട്ടാ. ഞങ്ങൾ നമ്മുടെ കെമിസ്ട്രി ഇങ്ങനെയാണ്. അവന്റെ മുത്തല്ലേ നീ? മുത്തന്നെ പൊളി ഭ്രാന്തൻ. തൂക്കിക്കിടക്കാണില്ല എല്ലാം കൂടി കൊല കൊല മുടിയൊക്കെ. എന്തൊരു ജന്മ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഈ എഞ്ചിനീയറുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെ കേട്ടോ. ഫുൾ ചുമര എന്നെ അഭിച്ചൊക്കെയാണ്. മെറ്റീരിയൽസ് ഇറക്കണം, അതിന്റെ ഫുൾ കോൺടാക്ട് എന്നെ. ഞാൻ ഓരോരുത്തരെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്യണം. അല്ല ചോക്ക് എങ്ങനെ പാടിപ്പോയാ? റിസ്ക്കാണ്, ഭയങ്കര റിസ്ക് അല്ലേ? അത് കാര്യമാക്കണ്ടെന്നേ, വിശ്വാസം കൊണ്ടല്ലേ. ആത്മാർത്ഥയോടെ അങ്ങനെ ചെയ്യുക, പിന്നെ സൂക്ഷിച്ച് ചെയ്യണം ചെയ്യുമ്പോൾ. ഇപ്പോൾ അവിടെ ഒരു ഗുണമുണ്ടേ. നമ്മളിപ്പോൾ ഇവിടുന്ന് രാവിലെ നിങ്ങൾ ജോലിക്ക് പോയാലും ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. എന്നാലും ഒരു ദിവസം ശമ്പളം തരും. അതൊക്കെ ശരി തന്നെ, അതുകൊണ്ട് ഞാൻ കമ്പനി പിടിച്ച് നിൽക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ നല്ല ശമ്പളം ഉണ്ട് അല്ലേ? അത് പിന്നെ ഉറപ്പല്ലേ. മാസം 30 ദിവസമുണ്ട്. ആ 30 ദിവസത്തിനകത്ത് അച്ഛന് ഒരു എന്തായാലും 30,000-ന്റെ അറൗണ്ട് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കമ്മീഷൻ, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ സാലറി കട്ട് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് മാന്തി എടുക്കും. നീ എന്ത് സംസാരിച്ച? അല്ല തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ പിടിച്ച് വാങ്ങിക്കുന്നോടാ?
എന്നിട്ട് അധ്വാനിക്കുന്നവരെ ഞാൻ പൈസ മേടിച്ച് വാങ്ങിക്കുന്നോളാം അങ്ങനെയാണ് ജീവിക്കുന്നത്. അച്ഛൻ ചൂഴ്ചയായിട്ട് സംസാരിക്കണല്ല. അച്ഛൻ- അച്ഛനെ ചപ്പക്കുതിരിച്ചോ ഞാൻ. അച്ഛൻ ആ, തമാശ പിന്നെ എന്താ ആവശ്യമാടാ? ഡാ കഷ്ടപ്പെട്ട് ജീവിക്കണം അവരെന്നാണ് പൈസ ഞാൻ പിടിച്ചാൽ ജീവിക്കണത്. പോടാ. അച്ഛൻ തമാശക്ക് പറഞ്ഞാണിച്ചാ ഇതാണ് ഇങ്ങനെയാണ് തമാശ പറയണത്. എടാ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുതും. അച്ഛൻ ആദർശശീലനാണ്. തന്നെടി ഇടി ഞാൻ ആദർശശീലം തന്നെ. അതുകൊണ്ടാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണത്. അറിയാം എനിക്ക് ബാലു നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുത്താ? ഈ കാര്യത്തിൽ ഞാൻ സീരിയസ് തന്നെ. അച്ഛാ ചേട്ടൻ ചുമ്മാ കളിക്ക് പറഞ്ഞതായിരിക്കും. നമ്മളിതെല്ലാം സീരിയസ് ആയിട്ട് എടുത്താൽ എങ്ങനെയാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. എനിക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യം പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. ഈ അവിടെ ജോലിക്കാർക്ക് ഞാൻ ചായ കുടിക്കാനും കടിക്കൊക്കെ വേണ്ടി വൈകുന്നേരം പോകുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് 10, 100, 200, 300 രൂപ ചിലവാണത്. എനിക്കത് സന്തോഷമേ ഉള്ളൂ. കാരണം അവർ കഴിക്കട്ടെ. അതാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. എന്നാണ് എനിക്ക് പറഞ്ഞത്? അച്ഛൻ വിടിച്ചാ കണ്ട ചേട്ടാ, ഇതാണ് എന്റെ അച്ഛൻ. നിന്ദിതരുടെയും പീഡിതരുടെയും അധ്വാനികളുടെ ഒപ്പം നിൽക്കുന്നവരാണ് എന്റെ അച്ഛൻ. ആഹാ, എന്തോന്ന്? നിന്ദിതരുടെയും പീഡിതരുടെയും അധ്വാനികളുടെയും ഒപ്പം നിൽക്കുന്നവരാണ് എന്റെ അച്ഛൻ എന്ന്. അങ്ങനെ പറഞ്ഞോട്. ആ ഡേ ആ കേശുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടാ, കേശു നേരത്തെ കിച്ചണിൽ നിന്ന് മുങ്ങിയതല്ലേ? കേശുവിന് ചെറിയൊരു ഈഗോ ഞാൻ ഫീൽ ചെയ്തിട്ടാ. നിന്നെ ഒന്ന് അപ്രീഷിയേറ്റ് പോലും ചെയ്തില്ല നേരത്തെ. നിനക്ക് ഫീൽ ചെയ്താ അത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിള്ളേർ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ അടിച്ച് പല്ല് താഴെയാണ് ഞാൻ ഡൗട്ട് പറഞ്ഞേ ഉള്ളൂ. അമ്മ അറിവിന്റെ ഭണ്ഡാരം എത്തിയല്ലോ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിരിക്കുകയാണ്, പക്ഷെ കുറച്ച് നമ്മൾ കയറും അല്ലേ? പക്ഷെ എന്നാലും ശിവ കേശുവിന്റെ സാമ്രാജ്യം കീഴടക്കിയല്ലോ ദൈവമേ. കേശേ, എടാ ഞാനൊരു കാര്യം ചോദിച്ചാലേ, നീ ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്ന് ഉത്തരം തരുമോ? എടി ഞാൻ ഈ വീട്ടില് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ള ഒരേ ഒരാൾ നീയാണ്. കേശവ്. ഓ എടാ ഞാനിപ്പോ ഈ ഒരു പൊസിഷനിലെത്തി നിൽക്കണോണ്ട് നിനക്ക് വലിയ ഈഗോയോ ഫീലിങ്സോ അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല നീ അടുക്കള വെച്ച് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ടാണോ പോയത്? അതുകൊണ്ട് ചോദിച്ചതാട്ടാ. ഡീ നീ എന്നെ അപ്പൊ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? ഓ സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ പിറകില് ഇവിടുത്തെ ചില ആവശ്യമില്ലാത്ത വക്രബുദ്ധികൾ പ്രയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും തൽക്കാലം അതൊക്കെ പോട്ട്. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. വില കൂടിയ പേനയാണ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കണം. നോക്കടാ. അതെ ഞാൻ ഈ കാശ് വേറൊരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം. ഓ അതാ ശിവയുടെ കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ ഇപ്പൊ ഒഴുകി വരാൻ പോവുകയാണ്. ധാരധാര ഒഴുകാൻ പോവുകയാണ്. ആനന്ദാശ്രു ആനന്ദാശ്രു. You can say that like so. Yeah. താങ്ക് യു. അതേ ഓ അങ്ങോട്ട് കൊണ്ടുപോകുന്നേക്കെ കൊള്ളാം. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കുറച്ച് മാറ്റി വെച്ചേക്കണം അവനെ. അമ്മ എന്ത് വേണോ ചോദിച്ചോ, ആരെ വേണോ ചോദിച്ചോ, പക്ഷെ ഇതിനെ മാത്രം ചോദിക്കരുത്, എന്റെയാണ്.